ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുകയാകുന്നു അല്ലേ? ഐ ആം ഹാവിങ് എ വാക്ക് എന്ന് പറഞ്ഞാലോ? എന്താണ് സെക്കൻഡ് സെൻറ്റൻസിൽ ഒരു ഹാവിങ്? എന്താണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ അവിടെ ഒരു ഹാവിങ്ങിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചില ആളുകൾക്കെങ്കിലും ഡൗട്ടുണ്ടാവും. ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെസൺ ഐ ആം വാക്കിംഗ് ആൻഡ് ഐ ആം ഹാവിങ് എ വാക്ക്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അങ്ങനെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യം എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഹാവ് എന്നത് നമുക്കൊരു ഹെൽപ്പിംഗ് വേർബായിട്ട് ഉപയോഗിക്കാം. ഐ ഹാവ് ഈറ്റൺ ഫുഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹാവ്, ആ സെൻറ്റൻസിൽ ഹാവ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ്. ഹാവ് എന്ന വേർഡ് നമുക്ക് പൊസഷൻ, ഓണർഷിപ്പ് കാണിക്കാനും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ, ഇവിടെ ഹാവ് ഉപയോഗിച്ചിരിക്കുന്നത് പൊസഷൻ കാണിക്കാനാണ്. ഇനി ഹാവ് നമുക്ക് ചില നൗൺസിൻ്റെ ഒപ്പം ചേർത്ത് ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് ഉപയോഗിക്കാം. ഹാവിങ് എന്ന് ഉപയോഗിച്ചുകൊണ്ട് ആ ആക്ടിവിറ്റി പറയുക. അപ്പോൾ അത്തരത്തിലും നമുക്ക് ഉപയോഗിക്കാം. വാക്ക് എന്നാൽ നടക്കുക, അതൊരു വേർബാണ്, ഒരു ക്രിയ ആണ്. പക്ഷേ നമുക്കതിനെ ഒരു നൗണായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ വാക്ക് എന്ന വേർഡ് നമുക്ക് നൗൺ ആയിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുക. വാക്ക് എന്നത് ഒരു വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഐ വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നു. ഐ ആം വാക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നടക്കുകയാകുന്നു. അവിടെയൊക്കെ വാക്ക് എന്നത് ഒരു വേർബ് ആണ്. പക്ഷേ വാക്ക് എന്നതിന് നമുക്കൊരു നൗണായിട്ടും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരു നൗൺ ആയി വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസിൽ വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നടക്കുകയാകുന്നു എന്ന കാര്യം അവിടെ വാക്ക് എന്നത് ഒരു നൗൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണം. ഒരു നൗണായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നടത്തം, ആ നടക്കുക എന്ന ആക്ടിവിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ വാക്ക് ഉപയോഗിക്കുന്നത് നൗണായിട്ടാണ്. ഞാൻ നടക്കുകയാകുന്നു എന്ന് പറയുന്നതിൽ വാക്ക് ഉപയോഗിക്കുന്നത് നൗണായിട്ടാണെങ്കിൽ പിന്നെ ഒരു വേർബും വേണ്ടേ അവിടെ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹാവിനെയാണ്. ഹാവിനെ നമ്മൾ വേർബാക്കി ഒരു ആക്ഷൻ്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നു. അവിടെ ഹാവിങ് എന്നാക്കുന്നു. കാരണം വാക്ക് എന്നതിനെ നമ്മൾ നൗണാക്കി കഴിഞ്ഞു. ഐ ആം ഹാവിങ് എ വാക്ക് എന്നായപ്പോൾ വാക്കിംഗ് എന്ന് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വാക്ക് എന്നത് ആ സെൻറ്റൻസിൽ ഒരു നൗൺ ആണ്. അപ്പോൾ വാക്ക് നൗൺ ആയ നിലയ്ക്ക് ഹാവ് എന്ന വേർഡിനെ ING ചേർത്ത് ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു. ഐ ആം ഹാവിങ് എ വാക്ക്. ഐ ആം വാക്കിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് ഐ ആം ഹാവിങ് എ വാക്ക്. ഐ ആം ഹാവിങ് എ വാക്ക് എന്ന് പറയുമ്പോൾ വാക്ക് എന്നത് നൗൺ ആണ്. ഐ ആം വാക്കിംഗ് എന്ന് പറയുമ്പോൾ വാക്ക് എന്നത് ആ സെൻറ്റൻസിൽ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവിനെ നമുക്ക് അതുപോലെ ഒരു വേർബിൻ്റെ രൂപത്തിൽ, ഒരു ആക്ഷൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് പലതരത്തിലും അതിന് മാറ്റങ്ങൾ വരുത്താം. ഹാസ് ഉപയോഗിക്കാം, ഹാഡ് ഉപയോഗിക്കാം, ഹാവിങ് ഉപയോഗിക്കാം. ഇനി ഐ ആം വാക്കിംഗ് എന്ന് പറയുന്നത് പോലെ നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയാം. ഐ വാസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുകയായിരുന്നു. ഐ വാസ് വാക്കിംഗ്, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അവിടെ നമുക്ക് ഈ വാക്ക് എന്ന വേർബിനെ നൗണായിട്ട് ഉപയോഗിക്കണം. ആ ഒരു സെയിം മീനിങ് കിട്ടുകയും വേണം എങ്കിൽ ഐ വാസ് ഹാവിങ് എ വാക്ക് എന്നാണ് പറയേണ്ടത്. ഐ വാസ് ഹാവിങ് എ വാക്ക്. സെക്കൻഡ് സെൻറ്റൻസിൽ വാക്ക് എന്നത് നൗൺ ആണ്, ആക്ടിവിറ്റിയാണ്. ഇതേപോലെ വാക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ്. ഫോർ എക്സാമ്പിൾ ബേത്ത്, കുളിക്കുക. അവിടെ BATHE ആണ്. അപ്പോൾ കുളിക്കുക എന്ന മീനിങ്ങിൽ അത് വേർബാണ്. അതേസമയം ബാത്ത് എന്ന് പറയുമ്പോൾ BATH ആണ് ഉള്ളത്. അപ്പോൾ അത് കുളി എന്ന മീനിങ്ങിൽ നൗണായത്. അപ്പോൾ ആ വേർഡ് നമുക്ക് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. ഐ ആം ബേത്തിങ് എന്ന് പറയുമ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മീനിങ്ങിലാണ്. പക്ഷേ കൂടുതലും അത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. ഐ ആം ഹാവിങ് എ ബാത്ത് എന്ന് പറയുമ്പോൾ ബാത്ത് അവിടെ നൗൺ ആയി. നമ്മൾ ഹാവിനെ ഹാവിങ് ആക്കി മാറ്റി. ഐ ആം ഹാവിങ് എ ബാത്ത്, ഞാനിവിടെ ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന മീനിങ് ആണ്. ഐ ആം ടേക്കിംഗ് എ ബാത്ത് എന്ന് പറയാം. ഐ ആം ഹാവിങ് എ ബാത്ത്, ഐ ആം ഹാവിങ് എ ഷവർ, ഐ ആം ടേക്കിംഗ് എ ഷവർ എന്നൊക്കെ പറയാം. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ വാസ് ഹാവിങ് എ ബാത്ത്, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മീനിങ്.
ഐ വാസ് ടേക്കിംഗ് എ ബാത്ത്. ഇനി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ഈറ്റിംഗ് എന്ന ഒരു ആക്ടിവിറ്റി നമുക്കെടുക്കാം. ഐ ആം ഈറ്റിംഗ് സം റൈസ്. ഞാൻ കുറച്ച് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ലേ അവിടെ മീനിങ്. ഐ ആം ഈറ്റിംഗ് സം റൈസ്. അതിന് പകരം ഐ ആം ഹാവിങ് സം റൈസ്. ഐ ആം ഹാവിങ് സം റൈസ്. ഡ്രിങ്ക് എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാം. ഐ ആം ഹാവിങ് എ ഡ്രിങ്ക്. ഐ ആം ഹാവിങ് എ ഡ്രിങ്ക്. അവിടെ ഡ്രിങ്ക് എന്നത് നൗൺ ആണ്. ഐ ആം ഹാവിങ് ഫൺ. നോക്കൂ, ഫൺ നൗൺ ആണ് അവിടെ. ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഐ ആം ഹാവിങ് ഫൺ. ഇങ്ങനെ ഹാവിങ്ങിൻ്റെ ഒപ്പം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് തന്നെ ഉണ്ട്. കോൺവേഴ്സേഷൻ, ഹാവിങ് കോൺവെർസേഷൻ, സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേർബ് കൺവേഴ്സ് എന്നാണ്. പക്ഷേ നമ്മൾ പറയുന്നത് ഐ ആം ഹാവിങ് എ കോൺവെർസേഷൻ എന്നാണ്. ഞാനൊരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഐ ആം ഹാവിങ് എ കോൺവെർസേഷൻ. അവിടെ ഹാവിങ് എന്നത് ഒരു ആക്ഷൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഹാവിങ് എന്നാക്കി മാറ്റി. ഒരു വേർബാണ് അവിടെ അത്. ഐ ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് ഹിം എന്ന് പറയില്ലേ, ഐ ഹാഡ് എ കോൺവെർസേഷൻ. പാസ്റ്റ് ടെൻസ് ആയി. ഐ ആം ഹാവിങ് ആൻ ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻറ്റ് മീൻസ് വാദിച്ചു കൊണ്ടിരിക്കുക. ഐ ആം ഹാവിങ് ആൻ ആർഗ്യുമെൻറ്റ്. ആർഗ്യുമെൻറ്റ് അവിടെ നൗണാണ്. അപ്പോൾ നമ്മൾ ഹാവിങ് ഉപയോഗിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അത് ING ചേർത്ത് ഹാവിങ് ഉപയോഗിച്ചു. ഐ ആം ഹാവിങ് ആൻ ആർഗ്യുമെൻറ്റ്. ഐ വാസ് ഹാവിങ് ആൻ ആർഗ്യുമെൻറ്റ്. ഐ ഹാഡ് എ ഫൈറ്റ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ ഐ ഹാഡ് എ ഫൈറ്റ് വിത്ത് ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാനും അവനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായി. അപ്പോൾ ഫൈറ്റ് എന്ന വേർഡിനെ നമുക്ക് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. ഫൈറ്റ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫോട്ട്. അപ്പോൾ ഐ ഹാഡ് എ ഫൈറ്റ് വിത്ത് ഹിം എന്ന് ഉപയോഗിക്കുമ്പോൾ ഫൈറ്റ് എന്നത് നൗണായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം ഹാവിങ് എ ഫൈറ്റ്. ഞാനൊരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഫൈറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ഹാവിങ് എ ഫൈറ്റ് വിത്ത് ഹിം. ഞാൻ അവനോടൊരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന മീനിങ്ങാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഹാവിങ് ഉപയോഗിച്ചു. പക്ഷേ ആ സെൻറ്റൻസിൽ ഫൈറ്റ് നൗണായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഹാവിനെ ഇവിടെ നമ്മൾ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ ഹാവിങ് ചേർത്തു. കാരണം അവിടെ വേറൊരു നൗൺ ഉണ്ട്. അപ്പോൾ ഐ ആം വാക്കിംഗ് എന്ന് പറയുമ്പോൾ വാക്ക് എന്നത് ആ സെൻറ്റൻസിൽ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഐ ആം വാക്കിംഗ്. അതേസമയം നമുക്ക് വാക്കിനെ നൗണായിട്ട് മാറ്റി ആ സെൻറ്റൻസിൽ അതേ സെയിം മീനിങ്ങിൽ ഉപയോഗിക്കണമെങ്കിൽ വാക്ക് എന്ന നൗൺ ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ ആം ഹാവിങ് എ വാക്ക്. സെയിം മീനിങ് തന്നെ നമുക്ക് കിട്ടി. ഫസ്റ്റ് സെൻറ്റൻസിൽ വാക്ക് വേർബാണ്. സെക്കൻഡ് സെൻറ്റൻസിൽ വാക്ക് എന്നത് നൗൺ ആണ്. അപ്പോൾ ഐ ആം ഹാവിങ് എ വാക്ക് എന്ന് പറഞ്ഞാലും ഐ ആം വാക്കിംഗ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ.